ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണം, പ്രൈവറ്റ് പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു കിടിലൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും നമുക്കൊരു പ്രൈവസി ആണല്ലേ, പ്രൈവസിയിൽ കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് സൗണ്ടിലൊന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് പറ്റിയ അറ്റ്മോസ്ഫിയർ ഉള്ള നല്ല ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി കിടിലൻ പ്രോപ്പർട്ടിയിലേക്കാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് വില്ല, നാച്ചുറൽ പൂൾ പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്ക് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുന്നത്. ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ വലിയൊരു, അതായത് സിറ്റിംഗ് ഏരിയ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വലിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ നമുക്കൊരു 10-12 പേർക്കൊക്കെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പൊ നമുക്ക് ഇവിടെ ലിവിംഗ് ഒരു ഗ്യാദർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഫുൾ ഫോറസ്റ്റ് ആണ്, അങ്ങോട്ടേക്ക് ഫുൾ വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആണത്. അപ്പൊ നമ്മൾ നല്ലൊരു ആംബിയൻസ് ആണ്, എപ്പോഴും നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ലൊരു കൂൾ ആംബിയൻസ് ആയിരിക്കും ഇവിടെ. അപ്പൊ ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. റൂമൊക്കെ എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കാൻ നോക്കാം. ഇപ്പൊ റൂമിലേക്ക് കയറുന്നത് ഒരു സ്റ്റെപ്പ്, ഒരു ഹട്ട് പോലെയാണ് റൂം ചെയ്തേക്കുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് വേണം റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സ്റ്റെപ്പൊക്കെ കയറി ഇതാ മേളിലെത്തിയിട്ടുണ്ട് കേട്ടോ. മേലെ എത്തുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. ഫോറസ്റ്റ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ആംബിയൻസ് ആണ്. കാരണം ഒരു ഈവനിങ് ടൈം, മോർണിംഗ് ടൈം ഒക്കെ എല്ലാ ടൈമും, ഏത് ടൈം ആണെങ്കിലും നമുക്ക് നല്ലൊരു ആംബിയൻസ് തരുന്നൊരു അവസ്ഥയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫുൾ ട്രീസ് ഒക്കെ ആയിട്ട് നല്ല ഒരു കൂൾ ക്ലൈമറ്റ് ആണ്. അതുപോലെ ഇവിടെ സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ സിറ്റിംഗ് ഏരിയ തന്നെ നല്ലൊരു ക്യാരംസ് ബോർഡൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ചെറിയൊരു LED TV ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന ഇവിടുത്തെ റൂമിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. വലിയ സ്പേഷ്യസ് ഉള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വോള് ചെയ്തിരിക്കുന്നത് ഫുള്ള് മഡിലാണ്, മണ്ണുകൊണ്ടാണ് വോള് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് വരുന്ന നല്ല ഹൈ റൂഫ് ആയതുകൊണ്ട് ഫുൾ ഓടിട്ടാണ് റൂഫൊക്കെ ചെയ്തിരിക്കുന്നത്. മഡ് ആയതുകൊണ്ട് എപ്പോഴും നല്ല കൂൾ ആംബിയൻസ് ആയിരിക്കും, നല്ലൊരു തണുത്ത ക്ലൈമറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 4-5 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയ 2 വലിയ കിങ് സൈസ് ബെഡ് ഉണ്ട്. അതുപോലെ ഇവിടെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് തരും കേട്ടോ. അപ്പൊ നല്ലൊരു കൂൾ ആംബിയൻസ് ആണ്. അപ്പൊ നമുക്കൊരു നാച്ചുറൽ ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇവിടുത്തെ വ്യൂ തന്നെയാണ്. നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ആംബിയൻസ്. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാവരും ഗ്യാദർ ചെയ്തിരിക്കാൻ പറ്റും നല്ല അടിപൊളി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് ഇവിടുത്തെ കോമൺ കിച്ചൺ ഏരിയ ആണ്. നമുക്ക് കിച്ചണിലേക്ക് കയറാം. കിച്ചണൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു സ്ഥലം യൂസ് ചെയ്തിട്ട് അവർ നല്ല കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് സ്റ്റവ്, അതുപോലെ തന്നെ മിക്സി, ഫ്രിഡ്ജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കുക്ക് ചെയ്യാം, എല്ലാവരും ഒരുമിച്ച് ഗ്യാദർ ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. കിച്ചണാണിത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷ്റൂം വരുന്ന കോമൺ വാഷ്റൂം ആണ്. നമുക്കിതാ ഇവിടെ ആയിട്ടൊരു കോമൺ വാഷ്റൂം ഉണ്ട്. വാഷ്റൂം ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ്. നമുക്കിവിടെ കോംപ്ലിമെന്ററി ആയിട്ട് ഫ്രീ വൈഫൈ ഉണ്ട്, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യാമ്പ് ഫയർ, കിച്ചൺ എല്ലാം നമുക്കിവിടെ കോംപ്ലിമെന്ററി ആയിട്ട് ഇവർ ചെയ്തു തരും കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയയിലേക്കാണ്. ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് സ്പേസിൽ ഇവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്പേസ് യൂസ് ചെയ്തിട്ട് ഇവിടെ ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മേളിലേക്ക് നോക്കിയാൽ ക്യാമറ കൊണ്ട് അവിടെ DJ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നൈറ്റ് നല്ല ആംബിയൻസ് ആയിരിക്കും, നിങ്ങൾക്ക് നല്ല കിടിലായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ നാച്ചുറൽ പൂളിലേക്കാണ്. നോർമൽ ഒരു പൂളല്ല, നാച്ചുറൽ ആയിട്ട് തന്നെ അവർ ചെയ്തെടുത്തൊരു പൂളാണ് കേട്ടോ. അപ്പൊ പൂളിലേക്ക് പോകുന്ന വഴിയാണ്, നമ്മുടെ കൽപ്പടവുകളൊക്കെ ഇറങ്ങി പോകുന്ന പോലെ നല്ലൊരു ഭംഗിയായിട്ട് ഒരു പാത്ത് വേ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിനി പോകുന്ന ഇവിടുത്തെ നാച്ചുറൽ പൂളിലേക്കാണ്. നല്ലൊരു ആംബിയൻസിലാട്ടോ പൂൾ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളൊരു പഴയ ഒരു നാടൻ രീതിയിലൊക്കെ ആയിട്ട് ഒരു പൂളാണ്, അതായത് നാച്ചുറൽ പൂളാണ്. അപ്പൊ നമുക്കിതിനകത്ത് ഇറങ്ങുകയൊക്കെ ചെയ്യാം. ഒരു 5 feet ആണ് ഇതിന് ആഴമുള്ളൂ. അതുപോലെ നല്ല ലെങ്ത്തും ഉണ്ട്. അപ്പം നമുക്കൊരു നല്ലൊരു ടൈം ഈ പൂളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ പൂൾസ് ഒക്കെ നമുക്കിപ്പം കുറവാണ്, പൊതുവെ റിസോർട്ടുകളിൽ കുറവാണ്. പക്ഷെ ഇവിടെ നല്ലൊരു നാച്ചുറൽ പൂൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിങ് പോലെ ഒരു നല്ല ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ പൂളിന്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നാച്ചുറൽ പൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ കൽപ്പടവിലൊക്കെ ഇരുന്ന് ഈ കാലൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിരിക്കാൻ ഭയങ്കര ഒരു ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഒരു നിമിഷ കവികളൊക്കെ ആയി പോകും. അത്രയ്ക്കൊരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചുറ്റും ഇരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പടവ് കുറേ ഉണ്ട്. അപ്പൊ നമുക്ക് ചുറ്റും ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം, വെള്ളത്തിലിറങ്ങി കുളിക്കാം. എന്താ പറയുക, വേറെ ഇവിടെ ഒന്ന് ഡയറക്റ്റ് അത് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം വലിയൊരു ഫോറസ്റ്റ്, ഫുള്ള് നാച്ചുറൽ, ഫുള്ളൊരു ഫോറസ്റ്റ് ആംബിയൻസിന്റെ നടുക്കാണ് ഈ കുളം വരുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്കും ഈ ഫോറസ്റ്റ് ആംബിയൻസും അതുപോലെ തന്നെ ഈ ഒരു നാച്ചുറൽ പൂളും ഇവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ഉണ്ട് ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും ഞങ്ങൾ അടിപൊളി കിടിലം വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഒരുപാട് പ്രോപ്പർട്ടീസുകൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സൈനിങ് ഓഫ് ചിത്തു.